എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ മുഖപുസ്തക പേജുകളിലൊക്കെ വരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ സംഘപരിവാർ ആക്രമണം, ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാറിൻ്റെ ഫാസിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ, വാർത്തകൾ, വീഡിയോസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് നമ്മുടെ കേരളത്തിൽ ആർക്കെങ്കിലും അറിയും? അല്ലെങ്കിൽ ഏതെങ്കിലും കേരളത്തിലെ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? 2 ദിവസം മുന്നേ ഛത്തീസ്ഗഡ് ഹർത്താൽ നടത്തിയിരുന്നു, ബന്ദ് നടത്തിയിരുന്നു സംസ്ഥാന വ്യാപകമായിട്ട്. അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു മാധ്യമം, ഈവൻ ജനൻ TV ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതെന്ത് പറ്റി? അവിടെ എന്തിനാണ് ഈ സംസ്ഥാന വ്യാപകമായിട്ട് ഒരു ഹർത്താൽ, ഒരു ബന്ദ് നടത്തിയിരിക്കുന്നത്? ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് മതേതരത്വം. എന്താണ് മതേതരത്വം? ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ മറ്റൊരാളുടെ മതത്തെയും വിശ്വാസത്തെയും ബഹുമാനിക്കുകയും ചെയ്യുന്നിടത്താണ് മതേതരത്വം എന്ന സത്യം നിലനിൽക്കുന്നത്. പക്ഷേ നാളെ ഇതുവരെയായിട്ടും ഈ മതേതരത്വം എന്ന വാക്ക് ഒരു മുൾക്കിരീടം പോലെ ചൂടി നടക്കേണ്ടി വരുന്നത് ഭാരതത്തിലെ ഹൈന്ദവർക്ക് മാത്രമാണ്. അല്ലാതെ അതൊരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഈ മതേതരത്വം എന്നുള്ള ആ ഒരു വാക്ക് ഇവർക്ക് ബാധകമേ അല്ല. ക്രിസ്ത്യാനികൾക്കാവട്ടെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കാവട്ടെ അവർക്ക് മതം കഴിഞ്ഞിട്ടാണ് മതേതരത്വം. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പോലും അവരുടെ മതവിശ്വാസം കഴിഞ്ഞിട്ടാണ്. നമ്മുടെ ഭാരതത്തിലെ ഹിന്ദുക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതം മാറ്റം എന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. എല്ലാവർക്കും അറിയാം, ഛത്തീസ്ഗഡിൽ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവിടെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്, സവർണ പാർട്ടിയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഛത്തീസ്ഗഡിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവിടെ ഒരു ദിവസം മുഴുവൻ ബന്ദായിരുന്നു, ഹർത്താലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതം മാറ്റ മാഫിയയുടെ മതം മാറ്റത്തിനെതിരെ നടത്തിയ ഒരു ഹർത്താലാണ്, ബന്ദാണ്. ഇത് ഒരു മാധ്യമവും വാർത്ത പുറത്തു വിട്ടിട്ടില്ല. നമ്മളിവിടുത്തെ പോലെ ഒന്നല്ല, അവിടെ സമ്പൂർണ്ണ ഒരു ഹർത്താൽ തന്നെയായിരുന്നു. വാഹനങ്ങളോ അതുപോലെ തന്നെ കടകമ്പോളങ്ങളോ ഒന്നും പ്രവർത്തിച്ചിരുന്നില്ല. എല്ലാം അടച്ച് ഹർത്താലിനോട് അനുകൂലിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന മതം മാറ്റം എന്ന വലിയൊരു പ്രതിസന്ധി എത്ര വലുതായിരിക്കും? ഛത്തീസ്ഗഡിലത്തെ ജനങ്ങൾ, അതായത് ദളിതർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഊരുകളിലേക്ക് മിഷണറിമാർ കടന്നു കയറി നിർബന്ധിത മതം മാറ്റം നടത്തുന്നു എന്നാണ്. ഇതിനെതിരെയാണ് ഇവർ ഒരു ഹർത്താൽ ഛത്തീസ്ഗഡിൽ സംസ്ഥാനമാകെ നടത്തിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഈ ഭാരതത്തിലെ ജനസംഖ്യ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ജനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷമാണ് ഹിന്ദുക്കളുള്ളത്. എന്നിട്ടും ഹിന്ദുക്കളെ മതം മാറ്റുന്നതിനെതിരെ ഒരു പ്രതിഷേധം നടത്താൻ വേണ്ടി ഒരു സംസ്ഥാനമാകെ നിശ്ചലമാക്കേണ്ടി വരുന്നു എന്നൊരു ഗതികേട് അത് ഹിന്ദുവിന് മാത്രമാണ്, ഹൈന്ദവ ജനതയ്ക്ക് മാത്രമാണ്. നമുക്കിപ്പം മതം മാറ്റം വരുന്ന ബിഷപ്പുമാരെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളൊക്കെ ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മലയാള മാധ്യമങ്ങൾ പറയും, അയ്യോ സംഘപരിവാർ ഫാസിസം നടത്തുന്നേ, ന്യൂനപക്ഷ ആക്രമണം നടത്തുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നിലവിളിയാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ മലയാളി വൈദികന്മാരെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ നോർത്ത് ഈസ്റ്റിൽ ആക്രമിക്കപ്പെടുന്നത്? എന്തിനാണ് അവർ ആദിവാസി ഊരുകളിലേക്ക് പോയിട്ട് മതം മാറ്റാൻ ശ്രമിക്കുന്നത്? സ്വന്തം മതത്തിലും അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്കിടയിൽ പോയി മതം മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ പ്രതിഷേധിക്കില്ലേ, പ്രതികരിക്കില്ലേ? അതിന് സംഘപരിവാർ ഫാസിസം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരെ ആക്രമണം നടത്തുന്നതൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? എന്തിനാണ് ഇവർ മതം മാറ്റാൻ ശ്രമിക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് കൂടുതലായിട്ടും അടി കിട്ടുന്നതും ഇടി വാങ്ങുന്നതും ഒക്കെ മലയാളത്തിലെ വൈദികന്മാരും കന്യാസ്ത്രീകളും ഒക്കെയാണ്. ഇവരൊക്കെ എന്തിനാണ് അവിടെ പോയിട്ട് മതം മാറ്റാൻ ശ്രമിക്കുന്നത്? ഒരു വിഭാഗം മിഷണറിമാർ, അതായത് ഈ കന്യാസ്ത്രീകളും അതുപോലെ തന്നെ അച്ഛന്മാരും ഒക്കെ ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ കയറി, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ കയറി ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഹിന്ദുക്കൾ എന്ത് ചെയ്യണമായിരുന്നു? ബൈബിൾ വാങ്ങി കുരിശ് വരച്ച് ക്രിസ്ത്യാനിയാകണോ? അതോ ഹിന്ദുക്കൾക്ക് കുരിശാകാൻ വേണ്ടി വന്ന ഈ വൈദികരെ നല്ല തല്ല് കൊടുത്ത് ഓടിച്ചു വിടണോ? ഇത് ഓരോ ആൾക്കാരും ചിന്തിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നാൽ ഞാനായാലും മടൽ വെട്ടും,
ബൈബിളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 100 കോടി ഹിന്ദുക്കളുള്ള ഈ ഭാരതത്തിൽ ഹിന്ദുവിനെ മതം മാറ്റാതിരിക്കാനും അതുപോലെ തന്നെ ഹിന്ദുവായിട്ട് ജീവിക്കാനും അവരുടെ അസ്തിത്വത്തോടെ മരണം വരെ ജീവിക്കാനും മരിച്ചു പോകാനുമുള്ള അവകാശത്തിന് വേണ്ടി ഒരു സംസ്ഥാനം മുഴുവൻ ഒരു ദിവസം സമ്പൂർണ്ണ ഹർത്താലിന് അല്ലെങ്കിൽ സമ്പൂർണ്ണ ബന്ദിന് ആഹ്വാനം ചെയ്യേണ്ടി വരുന്നു. എന്തൊരു ഗതികേടാണ് ഹിന്ദുക്കൾക്ക്. ഛത്തീസ്ഗഡിലുണ്ടായ ഈ ന്യൂനപക്ഷ ആക്രമണം എന്ന് പറയുന്നത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനി മരണപ്പെട്ടു. ആ ക്രിസ്ത്യാനിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാങ്കർ ജില്ലയിലെ അമബേദ പ്രദേശത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു. അതാണ് ഛത്തീസ്ഗഡിൽ സംഘപരിവാർ ഫാസിസ്റ്റുകൾ ന്യൂനപക്ഷത്തിനെതിരെ ആക്രമിക്കുന്നു, കൊലവിളി നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ ക്രിസ്ത്യന്മാരുടെ പക്ഷം ചേർന്ന് നിന്നു എന്നും ഹിന്ദുക്കളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അവകാശം ഹനിക്കപ്പെടുന്നു എന്നും മതം മാറ്റ മാഫിയക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ 2 ദിവസം മുന്നേ ഒരു ബന്ദിന് ആഹ്വാനം നൽകിയത്. ഇതിൽ ഛത്തീസ്ഗഡിലെ ചേംബർ ഓഫ് കൊമേഴ്സും അതുപോലെ തന്നെ ജ്വല്ലറി അസോസിയേഷനും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ ബന്ദ് ആഹ്വാനം ചെയ്തതും ബന്ദ് ആചരിച്ചതും. ഈ അടുത്ത കാലത്തായിട്ട് മതം മാറ്റം അതിഭീമമായി വർദ്ധിച്ചു വരുന്നു എന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി അജയ് ബാസിൻ ആരോപിക്കുന്നത്. എന്തോ ഒരു നിക്ഷിപ്ത താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി മിഷണറിമാർ, വൈദികന്മാർ, കന്യാസ്ത്രീകൾ ഹിന്ദു സമൂഹത്തെ മതം മാറ്റത്തിലൂടെ തുണ്ടം തുണ്ടമാക്കാൻ ശ്രമിക്കുന്നു. സനാതന ധർമ്മത്തെയും സനാതന മതത്തെയും സാമൂഹിക ഐക്യത്തെയും സംരക്ഷിക്കപ്പെടാനാണത്രേ ഛത്തീസ്ഗഡിലത്തെ ജനങ്ങൾ, ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഛത്തീസ്ഗഡിൽ ഒരു മഹാബന്ദിന് ആഹ്വാനം ചെയ്തത്. നോക്ക്, ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റ് മതങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നിടത്ത് മതേതരത്വം. നിങ്ങൾ മതമാറ്റം ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഊരിലേക്ക് കയറിയിട്ട് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടികിട്ടുന്നതിന് സംഘപരിവാർ ഫാസിസം എന്ന് പറഞ്ഞ് കരയുന്നത് എന്തിനാണ്? നിങ്ങൾ എന്തിനാണ് മതം മാറ്റാൻ ശ്രമിക്കുന്നത്? ഇനിയും മതം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഓരോ ഊരുകളിലേക്കും കയറിയിട്ട് ഇനിയും മതം മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് അടി കിട്ടും. അത് ഉറപ്പാണ്. അതിന് സംഘപരിവാറിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിപ്പെടുന്നവർ നല്ലതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുക, അവരവരുടെ മതത്തിൽ വിശ്വസിക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാം. അതല്ലേ മതേതരത്വം? അങ്ങനെ എല്ലാവരും ജീവിക്കുന്നതല്ലേ നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ വിളിച്ചു പറയുന്നത്. ആ ഏകത മനോഭാവം എല്ലാവരും ഉണ്ടാവട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ജയ് ഹിന്ദ്.